ഇത് ഇവിടുത്തെ നമ്മുടെ എന്താ പറയാ എന്ത് ചേച്ചി പറഞ്ഞു, നമ്മുടെ കൂടെ സഹായത്തിനൊക്കെ നിൽക്കുന്ന ചേച്ചിയാണ്. എത്ര ഏകദേശം 15 വർഷം അല്ലേ? 15 साल हो गया ना हमारे साथ. നമ്മുടെ മൊത്തമായി കുഞ്ഞിനെ ബോഡി മസാജ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ചാരുവസരെ കിടക്കുന്ന സുഖത്തിലെ ആള് കിടക്കുന്നത് തുടി ഊരാൻ സമ്മതിക്കത്തില്ല. അതൊക്കെ അച്ഛനെയും ചേച്ചിയും ഒക്കെ ആയിട്ട് ഏകദേശം 10-15 വർഷത്തോളം കൂടെ നിൽക്കുന്ന ദീദിയാണ്. വല്ലപ്പോഴും, എപ്പോഴും വരില്ല, വല്ലപ്പോഴും ഒക്കെ. ഇപ്പൊ വല്ലപ്പോഴും ഒക്കെ വരത്തുള്ളൂ. നമ്മളോട് നല്ല സഹകരണമാണ്, എല്ലാം ചെയ്തു തരും. ബോഡി എന്തൊക്കെയാ ചെയ്യുന്നത്? മസാജ്, ത്രെഡിങ്, പിന്നെ കാം എല്ലാം കൈയും കാലും ഒക്കെ പിടിച്ച് മസാജ് ചെയ്ത് കൊടുക്കും. ഇപ്പൊ ആള് ഈ ഗല്ലി ഫുള്ള് നടന്നിട്ട് വന്നാ, ഒരു റൗണ്ട് ഫുള്ള് നടന്നിട്ട് ഇപ്പൊ ഈ ദീദിയോട് ഭയങ്കര കൂട്ടാ, ഒരു പ്രശ്നമില്ല, നല്ല കൂട്ടായിരുന്നു. ഇന്ന് കുറച്ച് അടുക്കിപ്പെറുക്കുകളും വൃത്തിയാക്കലുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇച്ചിരി ഹെവി വർക്കായിരുന്നു. അപ്പം ദീദിയുടെ സഹായം കൂടെ തേടിയതാ. അനിയൻ കുട്ടൻ മസാജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ കുട്ടൻ ഒരാഗ്രഹം, ചേട്ടനും മസാജ് ചെയ്യണം. അപ്പൊ ഇല്ല, മമ്മ കാല് മാത്രമേ എടുക്കത്തുള്ളൂ, വേറെ ഒന്നും എടുക്കില്ല. നല്ല ഇഞ്ചിയൊക്കെ ഇട്ട് അതിരക്കൊക്കെ ഇട്ട ചായ ഇഷ്ടമാണ്. അപ്പം അതിട്ട് കൊടുക്കുക. ചോറ് ആക്ച്വലി എന്നും മീൻകറി വാങ്ങിച്ചാൽ വിചാരിക്കും ഇന്ന് ഇവിടെ മീൻകറി ഉണ്ട്. പിന്നെ എനിക്ക് പയറ് തോരനുണ്ട്, പയറല്ല ബീൻസ് തോരനുണ്ട്. അപ്പോൾ അന്നേരം നമ്മുടെ ചോറ് എന്ന് പറയുന്നത് ഈ മോട്ട ചോറ് ഇവർക്ക് അത്ര ഇഷ്ടമല്ല. കറികളൊക്കെ കഴിച്ചോളും. പക്ഷെ അപ്പം ഞാൻ വിചാരിച്ചു അപ്പത്തിൻ്റെ മാവുണ്ട്, ദോശയാണെന്ന് പറഞ്ഞാൽ കൊടുക്കാം. ദോശ, ഇഡ്ഡലി, ഈ വകകൾ അപ്പങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു അതുണ്ടാക്കി കൊടുക്കാം, ചായം കൊടുക്കാം. അപ്പം അത് മതിയെന്ന് പറഞ്ഞു, ചോറൊന്നും വേണ്ട പറഞ്ഞു. അപ്പം അത് കഴിക്കാൻ കൊടുക്കാം. ഇവർക്കേ നോർത്ത് ഇന്ത്യൻസിലാണ്. ഇത് ഞാനിപ്പം മാപ്പത്തിന് ഉണ്ടാക്കിയതാണ്. അപ്പം ഉണ്ട്. അപ്പോൾ എനിക്ക് ഇന്ന് ഇതുണ്ട്, രാവിലത്തെ പൊട്ടറ്റോ സ്റ്റൂ ഉണ്ട്. ഉരുളൻകിഴങ്ങ് സ്റ്റൂ ഉണ്ട്. അപ്പം ഇതും ചായയും കൂടെ കൊടുക്കാം. ഇന്നും ഒരു ചെറിയ പട്ടാളക്കാരനും ഒരു വലിയ പട്ടാളക്കാരനും വീണ്ടും തോക്കുമായി എത്തിയിട്ടുണ്ട്. ഉന്നം മൊത്തം ഈ ബലൂൺ പൊട്ടിക്കുക എന്നുള്ളതാണ് അടുത്ത എയിം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ബലൂണിന്റെ പുറകിലാണ് അച്ചാച്ചൻ്റെയും കൊച്ചൻ്റെയും കണ്ണ്. അതവിടെ കിടക്കുന്നതുകൊണ്ട് അത് ഞങ്ങൾ മുന്തിരിക്കൊല പോലെ അങ്ങനെ തൂക്കിയിട്ടതാ. ഈ അച്ചാച്ചന് ഒരു സ്വസ്ഥതയില്ല അത് പൊട്ടിക്കാതെ. ക്രിമിനേഡി ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെയുണ്ടോ ക്രിമിനേഡി? ഉണ്ടോ? ചുണ്ടും കുറിപ്പിച്ചോണ്ട് വരുന്നുണ്ട്. പപ്പയും മോനും ഒരു പപ്പ മോനാണ്. കുറച്ചു മുമ്പേ ബലൂൺ പൊട്ടിക്കുന്ന കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ ഒരു ബലൂണെങ്കിലും പൊട്ടിച്ചോ എന്ന് പരസ്യമായി കളിയാക്കി എന്ന് പറഞ്ഞ് ഇന്ന് പ്രതികാരം ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഈ ചെറിയ വിത്തും ഈ വലിയ വിത്തും ഇതിലൊന്നും എനിക്ക് യാതൊരു താല്പര്യമില്ല. വളരെ വേഗത്തിൽ എന്തൊക്കെയോ പണി ചെയ്ത് തീർക്കണമെന്നും പറഞ്ഞ് വേറൊരാളിവിടെ കിടപ്പുണ്ട്. ഇന്ന് പുറത്ത് പോയി കളിച്ച് വളരെ ക്ഷീണിതനാണ്. കൂട്ടുകാരനായിട്ട് അടിയൊക്കെ ഇട്ടിട്ട് വന്നേക്കുക. ഗാലറിയിൽ ഇരുന്ന് കളി വീക്ഷിക്കുന്ന ചേച്ചി എന്റെ ആങ്ങളെ ജയിക്കുമോ, എന്റെ ആങ്ങളെന്റെ മോൻ ജയിക്കുമോ? കളി വീക്ഷിക്കുകയാണ്. അടുക്കളയിൽ നിന്നൊരു മണം വരുന്നു. മീൻ കരിയുന്നുണ്ടെന്ന് തോന്നുന്നു. ചോറിനുള്ള മീൻ വറക്കുന്നു. ബീട്രൂട്ട് തോരനുണ്ട്. പിന്നെ കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്നു, ഞാനത്
ഇങ്ങനെ ചമ്മന്തിപ്പൊടി പോലെ ആക്കി. ചെമ്മീൻ ചമ്മന്തിപ്പൊടി കേട്ടിട്ടില്ലേ? നല്ല ടേസ്റ്റില്ലേ ചെമ്മീൻ ചമ്മന്തിപ്പൊടി? ഇതും തൈരും ഉണ്ടെങ്കിൽ ഇത് രണ്ടും മാത്രം മതി ചോറുണ്ണാൻ. അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഇന്നത്തേക്ക് മാത്രമല്ല കേട്ടോ, 2 ദിവസത്തേക്ക് ഇരിക്കും. ഇതെന്നറിയോ, ഇത് മീനിൻ്റെ മുട്ടയാണ്. ഇത് ചോറുണ്ണുമ്പം ചൂടോടെ പൊരിച്ചെടുക്കാം, എന്നിട്ട് കൊടുക്കാം. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. I need all of them. 11? No, you don't see that. അത് ശരിക്കും ചെയ്യാട്ടോ നമുക്ക് നാളെ. ഞാനിങ്ങനെ വീഡിയോ എടുക്കണോ വേണ്ടയോ എന്നിങ്ങനെ മടി പിടിച്ചിരിക്കുമ്പോഴാണ് അത്യാവശ്യം നമ്മൾ ചോദിക്കുന്നത്, അപ്പം ഞാൻ ഇന്ന് വീഡിയോ ഒന്നും ഇല്ലയോ, എന്താണ് ഈ വീഡിയോ എടുക്കാത്തത്? അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ രാവിലത്തെ കാഴ്ചകളൊന്നും കാണിക്കാൻ പറ്റിയില്ല, എന്നാൽ പിന്നെ ഉച്ച കഴിഞ്ഞുള്ള വിശേഷങ്ങൾ, ഉച്ച തൊട്ടുള്ള വിശേഷങ്ങൾ അടങ്ങിയൊരു വീഡിയോ കാണിക്കാമെന്ന്. ഇവിടെ ലഞ്ചിനുള്ള പ്രിപ്പറേഷനാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി റാൻ ചാൻസ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ ഉച്ചക്കത്തേക്കുള്ള പ്രിപ്പറേഷനാണ്. ഇത് കൂർക്കയാണ്. കുറേ നാളിന് ശേഷം മലയാളി കടയിൽ നിന്ന് കൂർക്ക കിട്ടി. ഇത് കൂർക്ക ഉപ്പേരി അല്ലെങ്കിൽ കൂർക്ക മെഴുക്കുവരട്ടി. ഇവിടെ ഞാൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ നല്ലപോലെ റോസ്റ്റ് ചെയ്ത് മൂപ്പിച്ച്, കറിവേപ്പില, കൊച്ചുള്ളി, പുളി, പിന്നെ ലേശം മഞ്ഞൾപ്പൊടി, ലേശം നിറത്തിൽ മുളക് പൊടി, പിന്നെ നമ്മുടെ വറ്റൽമുളക്, ഇതെല്ലാം കൂടെ ചേർത്ത്, പിന്നെ കുരുമുളക്. അതിനകത്ത് പൊട്ടുകടലയൊക്കെ വേണമെങ്കിൽ ഇടാം, പക്ഷേ അതൊന്നും ഇട്ടിട്ടില്ല. അതിന് പൊട്ടുകടലയുടെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതെല്ലാം ചേർത്തിട്ട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കത്തെ വിഭവം ചമ്മന്തിപ്പൊടി, തൈര്, കൂർക്ക മെഴുക്കുവരട്ടി. ഇതാണ് നമ്മുടെ വിഭവം. ചോറ് ഇവിടെ റെഡിയാകുന്നുണ്ട്. ചമ്മന്തിപ്പൊടിക്ക് ഇത് നല്ല ആറിയതിന് ശേഷം ഇച്ചിരി ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കും. ആക്ച്വലി ഇതെനിക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമായിരുന്നു. അപ്രതീക്ഷിതമായി ഉണ്ടാക്കി കഴിച്ചു നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റ്. പിന്നെ ഇപ്പം 2ാമത്തെ വട്ടമാണ് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ ഒരു മുറി തേങ്ങയുടെ മാത്രമാണ് എടുത്തത്. ഇവിടെ തേങ്ങയ്ക്കും ഇച്ചിരി ഷോർട്ടേജാണ്. നമ്മുടെ നാട്ടിലത്തെ പോലെ തേങ്ങ എപ്പോഴും അവൈലബിൾ അല്ല, ആണെങ്കിൽ തന്നെ നല്ലതുമായിരിക്കില്ല. ചമ്മന്തിപ്പൊടി റെഡി. ഉപ്പഞ്ചാക്ക് വന്നേ, ഉപ്പഞ്ചാക്ക് 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 വേണം. ഈ ഉപ്പഞ്ചാക്ക് എനിക്ക് വേണം, എനിക്ക് വേണം ഈ ഉപ്പഞ്ചാക്കിനെ. ഇങ്ങനെ സൈഡ് തോളത്ത് കയറി ഇരുന്നിട്ട് കൊണ്ടുനടക്കണം. ഉപ്പുചാക്കാന്ന് അവൻ്റെ പറയുന്നത്. ഉപ്പുചാക്കും വേണം. പപ്പയ്ക്ക് വേണ്ടാന്ന് ഉപ്പുചാക്കും. അയ്യോ പപ്പയ്ക്ക് വേണ്ട. ആ മമ്മയ്ക്ക് വേണം ഉപ്പുചാക്കും, മമ്മയ്ക്ക് വേണം ഉപ്പുണ്ടാക്ക് വേണം. വെൽക്കം ബാക്ക്. വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ മടി പിടിച്ചിരുന്നാലും അവൻ ഏറ്റെടുത്തോളും യൂട്യൂബിന്റെ പരിപാടി. ഹായ്, സേ ഹായ്. Hi. Mama. Mama. അവിടെ ഉണ്ട്. Close your eyes and sit there. I'll bring surprise. മാഷ്മലോയ്ക്ക് വേണ്ടിയിട്ട് സർപ്രൈസ്. Close your eyes, close your eyes. Hold your hands. കൈ കെട്ടി കാത്തിരിക്കുക. രണ്ടുപേരുടെയും മാഷ്മെല്ലോസ് അവിടെ കണ്ണൊക്കെ അടച്ച് സർപ്രൈസ് ആയിട്ട് ഇരിപ്പുണ്ട്. ക്ലോസ് യുവർ ഐസ്. ഉണ്ടോ സന്യാസി ഇരിക്കുന്നു. അടുത്ത മാതോട്ടിന്റെ സർപ്രൈസ്. ക്ലോസ് യുവർ ഐസ്. അയ്യോ അങ്ങനെ മാഷ്മെല്ലോ ഒത്തിരി തിന്നാൻ കൊടുക്കില്ല. പയ്യെ തിന്നാൽ പനിയും തിന്നാം. നീ വേഗം തീർത്തിട്ട് വരണ്ട, ഞാൻ നീ തരത്തില്ല. നല്ല അടിപൊളി ചമ്മന്തിപ്പൊടി റെഡി. ഇതെല്ലാം ഡ്രൈ റോസ്റ്റ്, നല്ല ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും കേടാവത്തില്ല. ഇത് മാത്തൂട്ടനാണ്. ലഞ്ച് ബ്രേക്കിന് ശേഷം
ഇതാ അവിടെ കുറേ കുട്ടികൾ കളിക്കുന്നുണ്ടോ. ഉച്ച കഴിഞ്ഞ് ഇവിടെ സ്ഥിരമാണ് കുട്ടികൾ. ഇപ്പം തണുപ്പ് ചെറുതായിട്ടുള്ളതുകൊണ്ട് വെയിൽ വലിയ പ്രശ്നമില്ല, അടിച്ചാൽ. ഇവരിവിടെ കളിക്കും. Guys, watch this. ഇവിടെ ഒരു ബോളിന് 2 എണ്ണം കൂടെ അടിയാ. ഒരുപോലത്തെ ബോൾ വേണം, അതിനാണ് അടി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഒരടി കഴിഞ്ഞ് പപ്പ കളിപ്പിക്കാൻ ഇറങ്ങി ആദ്യം. രണ്ടിൻ്റെയും കൂടെ ബഹളം കണ്ടിട്ട് ക്ഷമ കേട്ട് പപ്പ കയറിപ്പോയി. ക്ഷമയുടെ മൂർത്തിഭാവമായ ചേച്ചി. Watch this. ഓക്കെ ഓക്കെ. അതെ അതെ, ക്ഷമയില്ലാത്ത അച്ചാച്ചൻ കയറിപ്പോയി. ക്ഷമയുടെ മൂർത്തിഭാവമായ ചേച്ചി കുട്ടികളെയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ കുട്ടികൾ സൈക്കിൾ കളിക്കുന്നു. നമ്മുടെ നാരകം അടുത്ത സീസൺ പൂത്തുടങ്ങി. ഈ കറിവേപ്പ് എന്ത് ചെയ്താൽ വളരത്തില്ല, കോല് പോലെ നീണ്ടും മേളിലോട്ട് പോകുന്നതല്ലാതെ. പനിക്കൂർക്കയും കിട്ടുന്നത് ഇഷ്ടമാണ്. കുറയ്ക്കും തോറും വേറെയുണ്ട്. ചില സമയം ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങും, ചില സമയം കളിക്കാൻ. പരീക്ഷ ഉള്ളപ്പോൾ ഉച്ചയ്ക്ക് ഉറങ്ങാൻ കയറും. എന്താണെന്നറിയോ, ഞാനല്ല പഠിപ്പിക്കാൻ വിളിക്കും. അതുകൊണ്ട് പരീക്ഷയില്ലാത്തപ്പം ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ഒന്നിയിലെത്തതിനല്ല ചേച്ചി വീട്ടിലല്ല ഒരാളിങ്ങനെ നടക്കാനും ഓടാനും ഒക്കെ കൊണ്ടുപോകും. ഇത് നമ്മുടെ വീടിൻ്റെ സൈഡിലുള്ള പ്രാവിൻ്റെ, ഇത് പ്രാവിനെ സംരക്ഷിക്കുകയാണ്. കണ്ടോ എത്ര, എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതിനെ. അതുങ്ങൾക്ക് വേണ്ട ഫുഡെല്ലാം ഒരുക്കി കൊടുത്ത് റെഡിയാക്കും. അപ്പോൾ നമ്മൾ ഈ 2 പരിവാരങ്ങളെയും കൊണ്ട് പോവാണ് ധനലക്ഷ്മി നഗറിലേക്ക്. ധനലക്ഷ്മി നഗർ ഇവിടെ എല്ലാവരും നടക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലമാണ്. പക്ഷെ ഒരൊറ്റ പ്രശ്നം എന്താണെന്നറിയോ, ഇവിടുത്തെ ഡോഗീസ് മൊത്തം ഇളകും, അതാ വിഷയം. അപ്പം ഇവരെയും കൊണ്ട് നമുക്ക് ഒന്ന് കറങ്ങാം. ഇപ്പം കുറച്ച് നടക്കുമ്പം മൊത്തം പറയാം അവനെ എടുക്കുക, മൊത്തം പറയാം അവനെ എടുക്കുക. ആരെ എടുക്കുമോ? ഈ ഓൾമോസ്റ്റ് ഏരിയയിലുള്ള എല്ലാവരും, കാരണം അവിടെ അധികം വണ്ടി വരാത്തതുകൊണ്ട് നടക്കാൻ നല്ല സുഖമാണ്. അപ്പോൾ മൊത്തതിനെയും കൊണ്ട് വീട്ടിൽ ഇരുന്നിരുന്ന് വഴക്കുണ്ടാക്കുക 2 എണ്ണം കൂടെ. ആദ്യം നടന്ന് പകുതി വരെ ചെന്നപ്പം വെള്ളം എടുത്തിട്ടില്ല. അപ്പോൾ പാവം ചേച്ചി ഓടിപ്പോയി തിരിച്ച് വെള്ളം എടുത്തു. വീണ്ടും കുറേ കൂടെ പകുതി കിടന്നപ്പം ഈയൊക്കെ സ്കൂട്ടർ വേണം. അപ്പോൾ ചേച്ചിയും മത്തായിയും കൂടെ അവിടെ നിർത്തിയിട്ട് ഞാനും മൊത്തം കൂടെ തിരിച്ച് സ്കൂട്ടർ എടുക്കാൻ വരുമോ. ഇവനെ തന്നെ വിടാൻ പറ്റത്തില്ല. കണ്ടോ ഇതുപോലത്തെ ബിഗ് ഡോഗീസൊക്കെ ഉണ്ട്. അപ്പോൾ ഇവനെയും കൊണ്ട് മാത്തുവിനെയും കൊണ്ട് ഞാനും മൊത്തം കൂടെ സ്കൂട്ടർ 10 നടപ്പ് ഇങ്ങനെ നടന്നാൽ ഞാൻ ശരിയാവും. മെലിഞ്ഞ് സ്ലിം ബ്യൂട്ടി ആവും. പിന്നെ ഇവിടുത്തെ സ്ലിം ബ്യൂട്ടികളുടെ സ്ഥാനം നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഞാൻ ആ റിസ്ക് എടുക്കാത്തത്. ഞാൻ സ്ലിം ബ്യൂട്ടിയായി പോയെങ്കിലേ ഇവിടുത്തെ സ്ലിം ബ്യൂട്ടികളെ സുന്ദരികളുടെ വില നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഞാൻ ആ റിസ്ക് എടുക്കുന്നില്ല. മത്തിൻ്റെ സ്കൂട്ടർ എടുത്തു, ഒരു ബോട്ടിൽ വെള്ളം എടുത്തു. ഇനി വീണ്ടും നടന്ന് അത്രയും ദൂരം വീണ്ടും നടക്കാം. നമ്മളങ്ങനെ ധനലക്ഷ്മി നഗറിലെത്തി. ഇവിടെ 1 സൈഡിലെ വണ്ടി വരും, മാത്തു പോകുന്ന സൈഡിൽ വണ്ടി വരില്ല. അതുകൊണ്ട് കുട്ടികളെ കൊണ്ട് സേഫായിട്ട് കളിക്കുക, ഒരു പ്രശ്നമില്ല. അപ്പോൾ അവരങ്ങുണ്ട്. മത്തായും അങ്ങ് അവിടെ, മാത്തും ചേച്ചിയും അങ്ങ് അവിടെ കളിക്കുന്നുണ്ട്. എനിക്ക് എന്തൊരു വൃത്തി ഇവിടെ. ആക്ച്വലി ഇത് എന്താ പറയുന്നത്, ആൾക്കാരെ എക്സസൈസ് വാക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്ഥലം. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ റഷൊന്നും ഇല്ല. കുറച്ച് കഴിയുമ്പോൾ ഇവിടെയൊക്കെ വീട് വന്നു കഴിഞ്ഞാൽ കണ്ടോ ഒരു ആൻറ്റി തുള്ളി പോകുന്നുണ്ടോ. എക്സസൈസ് അങ്ങേറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ ഒരു 10 നടപ്പ് നടന്ന തടി പമ്പയല്ല എരുമേലി കിടക്കും. മിക്കവാറും ഇവർ രണ്ടും തന്നെയാണ് ഈ ഇവിടെ ധനലക്ഷ്മി നഗറിൽ വരാറുള്ളത്. അപ്പം മത്തായി എടുക്കണം, മത്തായിയുടെ സൈക്കിൾ എടുക്കണം. ഉണ്ടോ എത്ര പേരാ നടക്കുന്നത്. ഇവിടെയാണ് ഞങ്ങളുടെ
പ്ലേ ഏരിയ. ഞങ്ങൾ ഇരുന്നും നടന്നും ഒക്കെ സമയം ചിലവഴിക്കുന്ന ഏരിയ ഇതാണ്. What did he throw? റോഡും ഇരുന്നോട്ടെ. ഞാൻ ഇവിടെ ഇരുന്ന് ഇനി പൊങ്ങി വരണമെങ്കിൽ പാണ്ടിലൂർ വിളിക്കേണ്ടി വരും. നമ്മൾ ആദ്യം വന്നപ്പോൾ ഇത്ര ആളില്ലെന്നുണ്ടോ, ആള് കൂടി ഇരുന്നുണ്ടോ. ഇവിടേക്ക് പാർക്കുണ്ട് കേട്ടോ, കുട്ടികൾക്ക് വരുന്ന പാർക്ക് അപ്പുറം ഉണ്ട്. പക്ഷെ അതിലൊക്കെ മൊത്തം ഫുള്ളായിരിക്കും. പിന്നെ മൊത്തമായി ചെന്ന് എല്ലാത്തിനെയും പിടിച്ച് അടിയുണ്ടാക്കും. അതുകൊണ്ട് ഞങ്ങൾ പോകുന്നില്ല, പാർക്കിൽ പോകുന്ന റിസ്ക്കാണ്. ഇവർ കുറേ നേരം കളിച്ചു, മങ്ങി തുടങ്ങി, വെയിലൊക്കെ മങ്ങി തുടങ്ങി, സന്ധ്യാകാറായി തുടങ്ങി, ചെറിയ തണുപ്പ്, വീണ്ടും നിഴലിട്ട് തുടങ്ങി. അപ്പം വീണ്ടും യൗവനകരായ പുരുഷന്മാർ ഇറങ്ങിയിട്ടുണ്ട്. നല്ല രസം ഇങ്ങനെ വർത്താനം പറഞ്ഞ് കുറേ ദൂരം അങ്ങ് വരെ പോകും അല്ലേ. ഒരു കൂട്ടായിട്ട് കാണും, ചിലർ ഫാമിലി ആയിട്ട് കാണും. അങ്ങ് വരെ പോവുക, തിരിച്ച് ഇവിടെ വരെ വരിക, വീണ്ടും പോവുക. നല്ല രസമായിരിക്കും അത്. ഇത് ഗാർഡൻ ഉണ്ടാക്കാനുള്ളതാണ് കേട്ടോ. ഇത് ഗാർഡന് വേണ്ടിയിട്ടുള്ള ഈ പൈപ്പൊക്കെ നർമ്മദയുടെയാണ്. ഇത് നമ്മുടെ വീട്ടിലും വരുന്നുണ്ട്, നർമ്മദ വാട്ടർ. ആ സോ വീട്ടിൽ പോകാം. വിഷം തുടങ്ങിയോ? അയ്യോ, അപ്പൊ ഞാൻ ഇതിനെ എടുക്കേണ്ടി വരുമോ? പണിയായല്ലോ. ഇതാ ഇപ്പൊ രസമായ മാത്തായിയുടെ സൈക്കിളിൽ മാത്തുവിനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് മാത്തു വാശി. ഇനിയിപ്പോൾ എടുത്താൽ പൊങ്ങാത്ത ഇതേൽ ഇവൻ വലിഞ്ഞ് കയറുമോ? ഇനി ഇതും കൊണ്ട് പോകണം. ഞങ്ങൾ ഇടയ്ക്ക് പുറകോട്ട് നോക്കണേ ചേച്ചി, ഞങ്ങൾ മൂക്കും കുത്തി എവിടെയെങ്കിലും വീണെങ്കിൽ. നാളെ മാത്തൂട്ടിന് പൈജാമ പാർട്ടിയാണ്. യൂണിഫോം ഇടണ്ട, പൈജാമ ഇട്ടിട്ട് സ്കൂളിൽ പോകണം. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലത്തെ ഓട്ടവും ചാട്ടവും കളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വന്നപ്പോഴത്തേക്ക് എല്ലാവരും ടയേർഡായി. പിന്നെ അവർക്ക് കഴിക്കാനൊക്കെ ഉള്ളതൊക്കെ കൊടുക്കുകയൊക്കെ ആയിരുന്നു. പിന്നെ അതുകൊണ്ട് വീഡിയോ പിന്നെ അപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അത് മാത്രമല്ല, ഇന്ന് മാത്തൂട്ടന് എക്സാമൊക്കെ കഴിഞ്ഞു, എക്സാമിൻ്റെ ടെൻഷനൊക്കെ മാറി. ഇന്നിനിയും മാത്തൂട്ടന് പൈജാമ പാർട്ടിയാണ് സ്കൂളിൽ, പൈജാമ. അപ്പോൾ അതിന് ഇന്ന് യൂണിഫോം വേണ്ട, ഇന്ന് പൈജാമ ഇടിച്ചു വിടണം. കൂടാതെ ഇതിനുള്ളിൽ ബ്രഷും വേസ്റ്റും നാപ്കിനും പിന്നെ സോഫ്റ്റ് ടോയ് ആകെ ഇത് മതിയെന്ന് പറഞ്ഞു. ഇതെല്ലാം വെച്ചിട്ട് ഇന്ന് വിടണം. ഇപ്പം എക്സാമൊക്കെ കഴിഞ്ഞു, ഇനി ഗ്രാജുവേഷൻ്റെ പ്രോഗ്രാമും കൂടാതെ ഇനി കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനുള്ള കുറച്ച് ദിവസങ്ങളൊക്കെ. അപ്പം ഇന്നിനിയും പൈജാമ പാർട്ടിയാണ്. അപ്പം ഇന്ന് എല്ലാവരും പൈജാമയിൽ വരണം. മധുരൻ്റെ ഇവിടെ വന്ന് ഇന്നലെ നോക്കിയപ്പം നമ്മൾ വീട്ടിൽ ഇട്ടിരിക്കുന്ന പൈജാമ വിടാൻ പറ്റത്തില്ലല്ലോ. വീട്ടിൽ ഇടുന്ന തുണി ഇട്ടുകൊണ്ട് സ്കൂളിൽ പോയാൽ അവൻ സമ്മതിക്കത്തില്ല. അപ്പോൾ ഇവിടെ വന്നപ്പം അത് അയാൾക്ക് പോരാ. അന്നേരം ഇന്നലെ പോയി വേറൊരു തൽക്കാലത്തേക്ക് പുതിയൊരു ടോപ്പ് എടുത്തു. വീട്ടിൽ ഇടുന്നത് സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകത്തില്ലല്ലോ. അങ്ങനെയല്ലേ കുട്ടികൾ വീട്ടിൽ ഇട്ടുകൊണ്ട് പോകാൻ ഇഷ്ടപ്പെടില്ല. പിന്നെ മാത്രമല്ല അങ്ങനെ വീട്ടിലധികം പജാമ ഉപയോഗിക്കുന്ന ആളുമല്ല. ഇനിയും രാവിലെ ഇനിയും ദോശമാവുണ്ട്. മാത്തു കുഞ്ഞിന് ഇഡ്ഡലിയും ചമ്മന്തിയാണ് ഇഷ്ടം. അപ്പോൾ അത് ഇഡ്ഡലിയും ചട്നി ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ മാത്തൂട്ടിന് കൊണ്ടുപോകാനും കഴിക്കാനുമുള്ള ഇഡ്ഡലി റെഡി, ചട്നി റെഡി. ഇതെനിക്ക് കുടിക്കാനുള്ള ജീരകവെള്ളം. ആരൊക്കെയോ പറഞ്ഞു രാവിലെ എംപ്റ്റി സ്റ്റൊമക്കിൽ ജീരകവെള്ളം കുടിച്ചാൽ വയറ് കുറയുന്നു. ശരിയാ കുറയുന്നുണ്ട്, നന്നായിട്ട് കുറയുന്നുണ്ട്. കുപ്പിയിലിട്ട് വെച്ച ജീരകം മൊത്തം കുറഞ്ഞു, വയറ് കുറഞ്ഞിട്ടില്ല. എന്നാലും ഞാൻ പ്രതീക്ഷ കൈവിടില്ല, കുടിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പം നമ്മുടെ മാത്തൂട്ടൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇന്ന് പജാമ പാർട്ടി അല്ലെങ്കിൽ സ്നഗിൾ ഫെസ്റ്റ്. ഇതിന് വേണ്ടിയിട്ട് മാത്തൂട്ടൻ പജാമയൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ടിരിപ്പുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ് പറഞ്ഞല്ല. വലിയ കൂടുന്നില്ല. കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കും. സ്കൂളിൽ ചെന്നിട്ട് കുളിക്കുകയും ബ്രഷ് ചെയ്യാനൊക്കെ ചെയ്യണം കേട്ടോ. Going to school. Bye bye.
മാത്തുട്ടൻ സ്കൂളിൽ പോയി. ഞാനപ്പോൾ മാത്തുട്ടനെ സ്കൂളിൽ വിട്ടിട്ട് ഞാൻ വിചാരിച്ചത് നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ചട്നി ഉണ്ട്, സാമ്പാർ വെച്ചത് കുറച്ച് ഇന്നലത്തെ ഇരിപ്പുണ്ട്. അപ്പോൾ ബാക്കി ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചപ്പോൾ അച്ചേച്ചനൊരു സ്പെഷ്യൽ ഐറ്റവുമായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കേരളീയരുടെ ദേശീയ ഭക്ഷണം പൊറോട്ട, ഇഡ്ഡലി, അപ്പം, ദോശ, പുട്ട് എന്നൊക്കെ പറയുന്ന പോലെ ഇവിടുത്തെ ഇൻഡോറിയൻസിൻ്റെ മെയിൻ ബ്രേക്ക്ഫാസ്റ്റാണ് ഈ പോഹ എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഹെൽത്തിയാണ്, ഇത് കുഴപ്പമൊന്നുമില്ല, ഈസി ഡൈജഷനാണ്, വയറിനൊക്കെ ഒരു പ്രശ്നമല്ലാണ്. ഇത് എണ്ണയിലൊന്നും അങ്ങനെ അധികം വറുത്തെടുക്കുന്ന സാധനമല്ല. ഇത് കുതിർത്ത് വെച്ചിട്ട്, വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അവർ ഇതിനകത്ത് ഇതെല്ലാം മാത്രമല്ല, പീസ്, നട്ട്സ്, പിന്നെ ഫ്രൂട്ട്സ്, അങ്ങനെ അനാറ്, കുറേ ഐറ്റംസ് ഒക്കെ ചേർത്തിട്ടാണ് ഇവരിത് ഉണ്ടാക്കിയെടുക്കുന്നത്. മല്ലി, കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ എന്താ പറയുന്നത്, പുതിന, നമ്മുടെ കൊറിയാണ്ടർ ലീവ്സ്, ഇതെല്ലാം ആഡ് ചെയ്ത് നല്ല സഫീഷ്യൻ്റ് ആയിട്ടാണ് അവർ ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷെ നമുക്ക് എന്നിട്ട് അതിൻ്റെ കൂടെ ഈ നംകീനും ഉണ്ടാവും, പിന്നെ സൈഡിൽ ഇങ്ങനെ ഉള്ളി ഉണ്ടാവും. ഇതൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിക്കേണ്ടവർക്ക് അങ്ങനെ കഴിക്കാം, ഇല്ല ഇത് മാത്രം കഴിക്കേണ്ടവർക്ക് ഇങ്ങനെ കഴിക്കാം. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം പോലെ. ഇതെല്ലാം പ്രത്യേകം സെപ്പറേറ്റ് കവറുകളാണ് തരുന്നത്. ഇത് ഇവിടുത്തെ ആൾക്കാരുടെ മെയിൻ ബ്രേക്ക്ഫാസ്റ്റാണ്. ഇത് എനിക്ക് തോന്നുന്നു 10 രൂപ മുതലാണെന്ന് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പോഹയുടെ വില. അപ്പം എൻ്റെ ബ്രദറൊക്കെ സ്ഥിരം ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ഇത് കഴിച്ചിട്ട്, അപ്പോൾ മമ്മി എപ്പോൾ ചോദിക്കുമ്പോഴും അവൻ പറയും പോഹ കഴിച്ചു. അപ്പോൾ എന്നോട് ചോദിക്കും എന്താ ഈ പോഹ, അവൻ എപ്പോൾ ചോദിച്ചാലും പോഹ കഴിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു ദിവസം ഒരു വീഡിയോ പോലെ അത് കാണിക്കുക, എന്താ ഈ പോഹ എന്നുള്ളത്. അപ്പോൾ ഇത്ര ഐറ്റംസാണ്. പിന്നെ നമ്മുടെ നാട്ടിലെ പരിപ്പ് വട, ഉഴുന്നുവട, ഏത്തക്കാപ്പം എന്ന് പറയുന്ന പോലെ ഇവിടുത്തെ ഒരു മെയിൻ ആഹാരമാണ് കച്ചോരി. കച്ചോരി ഇത് ചൂട് കഴിച്ചാൽ എന്താ ടേസ്റ്റ് എന്നറിയാമോ അതിൻ്റെ അകത്ത്. ഇതിപ്പോൾ പ്യാജിൻ്റെ ആണ്, ഒനിയൻ കച്ചോരിയാണ്, ആലു കച്ചോരി ഉണ്ട്, അങ്ങനെ പലതരത്തിലാണ്. അപ്പം ഇതിപ്പോൾ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ഒനിയൻ്റെയാണ്. അന്നേരം നല്ല ഇത് തന്നെ ഇപ്പം നല്ല ഇതിന്. ഇനി ഇത് മിക്സ് ചെയ്ത് നംകീൻ എടുത്തിനകത്തിടണം, പിന്നെ പ്യാജ് ഇടണം, പിന്നെ എന്താ പറയുന്നത് നട്ട്സ്, അനാർ, ഇവയെല്ലാം മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. പക്ഷേ എനിക്ക് ഇതിങ്ങനെ സിമ്പിളായിട്ട് കോരി തിന്നാനാണ് ഇഷ്ടം. ഞാനപ്പോൾ അച്ചാച്ചനും ചേച്ചിക്ക് ഇങ്ങനെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. അവരെ എങ്ങനെയാണെന്ന് ഇഷ്ടമുള്ള പോലെ അവർ കഴിച്ചോട്ടെ. കൂട്ടത്തിൽ നമുക്ക് ഓരോ സ്പൂണും വെക്കാം. അപ്പം ചേച്ചി ഗേൾ ആയതുകൊണ്ട് പിങ്ക് സ്പൂൺ കൊടുക്കാം, ചേച്ചൻ ബോയ് ആയതുകൊണ്ട് നമുക്ക് ബ്ലൂ സ്പൂൺ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഓൾറെഡി ചട്നി ഉണ്ട്, പിന്നെ സാമ്പാർ ഇന്നലത്തെ ഉണ്ട്. അപ്പം അതുണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു അത് നമുക്ക് വൈകിട്ടത്തേക്കാക്കാം, അപ്പം ഇങ്ങനെ ആക്കാം. ഒരു വ്യത്യസ്തം, നല്ല കളർഫുൾ ഇല്ലേ, നമുക്ക് അടിപൊളി കേട്ടോ. ആക്ച്വലി പോഹ ഹെൽത്തിയാണ്, അത് നല്ല ടേസ്റ്റിയാണ്. പഴം കൂട്ടി കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും കഴിക്കാം, ഓരോരുത്തരുടെ ഇഷ്ടം. പിന്നെ ഈ കച്ചോരി, ഈ പുതിന ചട്നി, ഈ റെഡ് സോസ് ഇത് ഉപയോഗിച്ചിട്ട് ചേർത്ത് കഴിക്കാം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. അപ്പോൾ ഇത് കഴിച്ച് ചായയും കുടിച്ചിട്ട് അടുത്ത പണി ചെയ്യാൻ നോക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഇനി വെച്ച് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ആരും, എന്താണോ മറന്നു പോകുന്നതാണോ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർപ്പിക്കാം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നിങ്ങളുടെ ഈ വ്യത്യസ്തമായ ഈ ഇതൊക്കെ അടങ്ങിയ വീഡിയോസ് ഷെയർ ചെയ്യണം. ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത ദിവസം ഇനി പുതിയ വിഷയമായി എത്താം. അതുവരേക്കും എല്ലാവർക്കും ബൈ.